നമ്മുടെ നാട്ടിൽ റബീഉൽ അവ്വൽ നമ്മൾ നബിദിനൊക്കെ ആഘോഷിക്കുമ്പോ ചില ആളുകൾ എന്തിനാ നിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നത്, അതൊന്നും ആഘോഷിക്കാൻ പാടില്ല. എന്നിട്ട് അവര് ഒരു ന്യായം പറയും. അതെന്താ, മക്കത്തും മദീനത്തൊന്നും നബിദിനല്ലല്ലോ, മക്ക മദീന നബി ജീവിച്ചു വളർന്ന സ്ഥലം, അവിടെ ഒന്നും നബിദിനല്ലല്ലോ. എന്നാൽ അവരങ്ങനെ പറയുന്നതിന് കാരണം വസ്തുത എന്താണ്, യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. മഹാനായ ഇമാം ഷംസുദ്ദീൻ അൽ ജസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വളർന്ന മക്കയിലുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ അന്നത്തെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹം പറയാണ്. നബിതങ്ങൾ ജനിച്ച സ്ഥലം അത് എല്ലാവർക്കും അറിയാം, മക്കക്കാർക്കൊക്കെ പരിചയമുള്ള സ്ഥലമാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, യഖ്റുജു അഹ്ലു മക്കത്ത കുല്ല ആമിൻ യൗമൽ മൗലിദി വയഹ്തഫിലൂന ബിദാലിക അഅ്ളമ മിൻ ഇഹ്തിഫാലിഹിം ബിയൗമിൽ ഈദ്. നബി ജനിച്ച ദിവസം, അതായത് റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് മക്കക്കാരൊക്കെ ആ നബി തങ്ങൾ ജനിച്ച സ്ഥലത്ത് ഒരുമിച്ച് കൂടും. അങ്ങോട്ട് എല്ലാവരും അവിടെ പോകും. എന്നിട്ടോ അവരെല്ലാവരും കൂടി അവിടെ വലിയ ആഘോഷം, ആ നബി തങ്ങളുടെ ആ ജന്മദിനത്തിന് വലിയ രീതിയിൽ ആഘോഷിക്കും. അദ്ദേഹം പറയുന്നത് നോക്കണം, അഅ്ളമ മിൻ ഇഹ്തിഫാലിഹിം ബിയൗമിൽ ഈദ്, പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമായിരിക്കും നബി ജനിച്ച ദിവസം നബി ജനിച്ച സ്ഥലത്ത് മക്കക്കാർ നടത്തിയിരുന്നത്. വദാലിക ഇലാ യൗമിന ഹാദാ, അദ്ദേഹം പറയാണ്, അത് നമ്മളുടെ ഈ കാലം വരെ അത് തുടർന്നു കൊണ്ടിരിക്കുന്നു. ആരാ പറയണത്? ഇമാം ജസരി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 833 വഫാത്തായവരാണ്. അദ്ദേഹം പറയാണ്, മക്കക്കാരുടെ പതിവായിരുന്നു, അത് ഇന്ന് വരെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ അദ്ദേഹം ഒരുപാട് വിശദീകരിച്ചത് പറയുന്നുണ്ട്. അദ്ദേഹം അവിടെ സന്ദർശിച്ചു. വഖദ് സുർതു വതബറക്തു ബിഹി, ഞാൻ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്, അവിടുന്ന് ബറക്കത്ത് എടുത്തിട്ടുണ്ട്. ആളുകളൊക്കെ അവിടെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടാറുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ വീണ്ടും മറ്റൊരു പ്രാവശ്യം അവിടെ ഞാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ ഈ കിതാബ് അത്തഅരീഫ് ബിൽ മൗലിദി ഷരീഫ് എന്ന് പറയുന്ന കിതാബ് അവിടെ വെച്ച് വായിക്കപ്പെട്ടു. ആ സമയത്ത് അത് കേൾക്കാൻ എത്ര ആളുകളായിരുന്നു. അദ്ദേഹം പറയാണ്, വസമിഅഹു ഖൽഖുൻ ലാ യഹ്സൂൻ, കണക്കാക്കാൻ പറ്റാത്തത്ര ഒരുപാട് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. നബിതങ്ങൾ ജനിച്ച ദിവസം മക്കക്കാര് ആ നബിതങ്ങൾ ജനിച്ച സ്ഥലത്ത് അവിടുന്ന് ബറക്കത്തെടുക്കാനായി നബിതങ്ങളുടെ ആ ജന്മദിനത്തെ സ്മരിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു എന്ന് മഹാനായ ഷംസുദ്ദീൻ ഇബ്നുൽ ജസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുമ്പോ, ഇപ്പോ മക്കത്തും മദീനത്തും നബിദിനൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നവരുടെ അവസ്ഥ എന്തായി? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മഹാന്മാര് പറയണ അവരുടെ കാലത്തൊക്കെ മക്കത്ത് നബിദിനത്തിന് ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നു. നബിതങ്ങൾ ജനിച്ച സ്ഥലത്ത് അവിടുന്ന് ബറക്കത്തെടുക്കുമായിരുന്നു. ഞങ്ങളും അവിടെ പോയി ബറക്കത്തെടുത്തിട്ടുണ്ട് എന്ന് ഇമാമുമാർ വ്യക്തമാക്കുന്നു. പിന്നീട് അതിനൊക്കെ വെറുക്കുന്ന, നബിദിനമൊന്നും ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ ഭരണകൂടത്തിൽ ഏറിയപ്പോൾ ആ ഭരണത്തിന്റെ ഫലമായിട്ട് മക്കത്തും മദീനത്തും ഒരു പക്ഷെ അത്തരം ആഘോഷങ്ങൾ ഇല്ലാതായിട്ടുണ്ടാകാം. എന്നാൽ മക്കത്തോ മദീനത്തോ ഇല്ല എന്ന് പറഞ്ഞ് അത് മാറ്റി നിർത്തുന്നത് എത്രത്തോളം അബദ്ധമാണെന്ന് ഇപ്പൊ നമുക്ക് ബോധ്യമായിട്ടുണ്ടാകും. അല്ലാഹു അതിനൊക്കെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.